തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. പ്രത്യാശയോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. സൂര്യപ്രഭയുണ്ടെന്നതോർക്കണം. മാനത്തെ കാർമേഘമപ്പുറം സൂര്യപ്രഭയുണ്ടെന്നതോർക്കണം. വിശ്വാസത്തോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. ഇരുളാർന്ന രാവുകൾക്കുമപ്പുറം പുലരി തൻ ശോഭയുണ്ടതോർക്കണം. ഇരുളാർന്ന രാവുകൾക്കുമപ്പുറം പുലരി തൻ ശോഭയുണ്ടതോർക്കണം. കലിതുള്ളും തിരമാലയ്ക്കപ്പുറം ശാന്തി നൽകുമേശുവുണ്ടതോർക്കണം. കലിതുള്ളും തിരമാലയ്ക്കപ്പുറം ശാന്തി നൽകുമേശുവുണ്ടതോർക്കണം. വിശ്വാസത്തോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. പ്രത്യാശയോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം.
ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ആഘോർ താഴ്വര പ്രത്യാശയുടെ വാതിലായി മാറി. ഇന്ന് നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, എൻ്റെ കർത്താവേ, ഇതുവരെയും ഞാൻ ഭയപ്പാടിലായിരുന്നു, ഇതുവരെയും ഞാൻ ഭീതിയിലായിരുന്നു, ഇതുവരെയും ഞാൻ ശിക്ഷയ്ക്ക് യോഗ്യനായിരുന്നു, ഇതുവരെയും ഞാൻ മരണയോഗ്യനായിരുന്നു, ഇതുവരെയും ന്യായവിധിക്ക് ഞാൻ യോഗ്യനായിരുന്നു, അനർത്ഥത്തിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, നരകാഗ്നിയിലേക്ക് ഞാൻ പോവുകയായിരുന്നു. കർത്താവേ, ഇന്ന് പ്രത്യാശയുടെ വാതിലായി ക്രിസ്തുവിനെ അറിയുവാനും അനുഭവിക്കുവാനും ക്രിസ്തുവിനെ മുറുകെ പിടിക്കുവാനും എനിക്ക് നീ ഭാഗ്യം തരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കുക, ഹൃദയത്തിൽ നീ പ്രാർത്ഥന നോക്കിക്കൊണ്ടിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഈ ആഖാന് ആ വലിയ ശിക്ഷ നേടാൻ കാരണങ്ങളുണ്ട്, നിസ്സാരമല്ല. അവൻ മോഷ്ടിച്ചു, ശരിയാണ്, പക്ഷേ അതിൻ്റെ പിന്നിൽ ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, അവന് പറ്റിയ ഒരു വലിയ അബദ്ധം, അവൻ അനുസരണക്കേടുള്ളവനായിരുന്നു, അനുസരിച്ചില്ല. ദൈവത്തിൻ്റെ വചനം അനുസരിച്ചില്ല. ദൈവത്തിൻ്റെ വചനം അനുസരിച്ചിരുന്നെങ്കിൽ ഈ അപകടം ഒന്നും വരില്ലായിരുന്നു. അവന് ഈ കിട്ടിയ വസ്തുക്കളൊക്കെ അവന് തന്നെ കിട്ടാമായിരുന്നു, ന്യായമായി കിട്ടുമായിരുന്നു. വേദപുസ്തകം വായിക്കുമ്പോൾ കാണാം, 8-ാം അധ്യായം, യോശുവയുടെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം വായിക്കൂ. യഹോവ യോശുവയോട് കൽപ്പിച്ച വചനപ്രകാരം ഇസ്രായേല്യർ പട്ടണത്തിലെ കന്നുകാലികളെയും കൊള്ളയെയും തങ്ങൾക്കായിട്ട് തന്നെ എടുത്തു. ഇസ്രായേൽ മക്കൾ എല്ലാം തങ്ങൾക്കായിട്ട് എടുത്തു, അനുവാദം കിട്ടി. അവൻ അനുസരണക്കേട് കാണിച്ചു, അവൻ അപകടം പറ്റി, പക്ഷേ പിന്നീട് അനുവാദം കിട്ടി. അതാണ് 8-ാം അധ്യായം 2-ാം വാക്യം വായിക്കുമ്പോൾ കാണുന്നത്. യെരിഹോവിനോടും അതിൻ്റെ രാജാവിനോടും ചെയ്തതുപോലെ നീ ഹായിയോടും അതിൻ്റെ രാജാവിനോടും ചെയ്യണം. ഹായി പട്ടണം പിടിക്കാൻ പോവുകയാണ് നിങ്ങൾ. ഹായിയോടും രാജാവിനോടും അതുപോലെ തന്നെ നിങ്ങൾ ചെയ്തു കൊള്ളണം. യെരിഹോവിനോട് നിങ്ങൾ ചെയ്തതുപോലെ തന്നെ ഹായി പട്ടണത്തോട് എൻ്റെ രാജാവിനോട് നിങ്ങൾ അതുപോലെ തന്നെ പെരുമാറിക്കൊള്ളണം, ചെയ്തു കൊള്ളണം. എന്നാൽ അതിലെ കൊള്ളയെയും കന്നുകാലികളെയും നിങ്ങൾക്ക് എടുത്തുകൊള്ളാം. കൊള്ളയും കന്നുകാലികളെല്ലാം എന്തൊക്കെയുണ്ടോ എല്ലാ വസ്തുക്കളും നിങ്ങൾക്കെടുക്കാം. നേരെ മറിച്ച് യെരിഹോ കോട്ട പിടിക്കാൻ നേരത്ത് പറഞ്ഞു, അവിടെ നിന്ന് ഒന്നും തുടരുത്, എല്ലാം ശബദാർപ്പിത വസ്തുവാണ്, ദൈവത്തിന് ഡിവോട്ടഡാണ്, ദൈവത്തിന് വേണ്ടി നേർന്ന വസ്തുക്കളാണ്, ശബദ അർപ്പിത വസ്തുവാണ്. ഡിവോട്ടഡ് എന്നാണ് ഇംഗ്ലീഷ്, ഡിവോട്ടഡാണ്. എന്നാൽ അന്ന് അവിടെ അത് എടുക്കാതിരുന്നെങ്കിൽ അവന് സുഖമായി ഒട്ടും താമസിയാതെ ഹായിക്കോട്ട പിടിക്കാൻ പോകുമ്പോൾ അവന് എല്ലാം കിട്ടുമായിരുന്നു. ഹായിക്കോട്ട തൊട്ടടുത്തുള്ള കോട്ടയാണ്, അവിടെയാണല്ലോ തോൽവി പറ്റിയത്. ഹായിക്കോട്ട പിടിക്കാൻ പോകുമ്പോൾ അതിൽ കൊള്ളയെയും കന്നുകാലികളെയും നിങ്ങൾക്ക് എടുത്തുകൊള്ളാം, അനുവാദം കിട്ടുകയാണ്. നോക്കണേ, ദൈവത്തിൻ്റെ കൽപ്പനയെ അക്ഷരാർത്ഥത്തിൽ അനുസരിച്ചാൽ മതിയായിരുന്നു, ദൈവത്തിൻ്റെ വചനത്തെ അനുസരിച്ചാൽ മതിയായിരുന്നു, യോശുവ പറഞ്ഞ വചനം അനുസരിച്ചാൽ മതിയായിരുന്നു. ദൈവത്തിൻ്റെ വചനമാണെന്ന് വിചാരിച്ച് അനുസരിച്ചിരുന്നെങ്കിൽ വാസ്തവത്തിൽ ഈ ആഖാൻ കൊല്ലപ്പെടേണ്ടി വരികയില്ലായിരുന്നു, വധിക്കപ്പെടേണ്ടി വരികയില്ലായിരുന്നു, ശിക്ഷിക്കപ്പെടേണ്ടി വരികയില്ലായിരുന്നു. അതാണ് 8-ാം അധ്യായം 27-ാം വാക്യത്തിൽ കാണുന്നത്. ഇസ്രായേൽ പട്ടണത്തിലെ കന്നുകാലികളെയും കൊള്ളയെയും തങ്ങൾക്കായിട്ട് തന്നെ ഇസ്രായേലിയർ പട്ടണത്തിലെ ഹായി പട്ടണത്തിലെ കന്നുകാലികളെയും കൊള്ളയെയും തങ്ങൾക്കായിട്ട് തന്നെ എടുത്തു. ദൈവത്തിന് സ്തോത്രം. എല്ലാം തങ്ങൾക്കായിട്ട് തന്നെ എടുത്തു. ഇസ്രായേൽക്കൾക്ക് എല്ലാം കയ്യാളമായിരുന്നു. ദൈവത്തിന് അനുവാദം കിട്ടി. പ്രിയപ്പെട്ടവരെ, നാം ഒന്നും ധൃതി പിടിച്ചൊന്നും ചെയ്യണ്ട, നാം ഒന്നും വെടിച്ച് മേടിക്കണ്ട ആരോടും. നമുക്ക് കിട്ടാനുള്ളത് ദൈവം തരും. ദൈവം തരാൻ വിചാരിച്ചാൽ ഉറപ്പാണ് ആർക്കും തീർക്കാൻ സാധിക്കുകയില്ല. ദൈവം തരുന്നില്ലെങ്കിൽ ആരെല്ലാം തന്നാലും ഒരു ഫലവുമില്ല. വിശ്വസിക്കുക, ദൈവം തന്നാൽ അത് ആർക്കും തടുക്കാൻ സാധിക്കുകയില്ല. സ്തോത്രം. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാര്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ദൈവം തിരഞ്ഞെടുത്തവരെ ആര് കുറ്റം ചുമത്തും? നീതീകരിക്കുന്ന ദൈവം, ശിക്ഷ വിധിക്കുന്നവനാര്? ക്രിസ്തു യേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നത് ആര്? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? നിന്റെ നിമിത്തം ഞങ്ങൾ ഇടപെടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങൾ എണ്ണുന്നത് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ച മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. നാമോ ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ. സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഇതാണ് ധൈര്യം. വിശ്വാസത്തിൻ്റെ സ്ഥിതിയാണ് കാണുന്നത്. ദൈവം അനുകൂലമാണ്.
ദൈവം അനുകൂലമാണെങ്കിൽ ആര് പ്രതികൂലം എന്നാലും ഒരു ദോഷം വരികയില്ല. എപ്പോഴും ഓർത്തോണം. അതുകൊണ്ട് ദൈവം അനുകൂലമാകാൻ നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളണം. ദൈവമായി ഇപ്പോഴും നിരപ്പായിക്കൊള്ളണം. ദൈവമായി നിരപ്പായിരിക്കണം. ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് കൊള്ളണം. കൃത്യമായി അനുസരിച്ച് കൊള്ളണം. മനസ്സിലാവില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ വചനം വന്നത്. ആർക്കറിയാം? നമുക്കറിയാൻ പാടില്ല. അവിടെ എരിഹോ കോട്ടയിൽ നിന്ന് ഒന്നും എടുക്കരുതെന്ന് പറഞ്ഞു. ഹായ് കോട്ടയിൽ നിന്ന് എല്ലാം നിങ്ങൾക്ക് എടുത്തുകൊള്ളാമെന്ന് പറഞ്ഞു. എന്താണ് അങ്ങനെ പറഞ്ഞത്? പറഞ്ഞവനറിയാം. അത് നമുക്ക് ദൈവമക്കൾക്ക് അത് അനുസരിക്കാൻ മാത്രമേ അറിയാവൂ. അനുസരിക്കേ പറ്റുള്ളൂ. വേറൊന്നും ചെയ്യണ്ട. ദൈവം ഒരു കൽപ്പന തന്നു. ദൈവത്തിൻ്റെ പ്രവാചക മുഖാന്തരം ഒരു കൽപ്പന തന്നു. യോശുവ മുഖാന്തരം ഒരു കൽപ്പന വ്യക്തമായിട്ട് തന്നു. ആ കൽപ്പന അങ്ങ് അനുസരിച്ച് വെക്കുക. എന്തുകൊണ്ടാണ് യോശുവ ഇങ്ങനെ പറഞ്ഞത്? അത് യോശുവയുടെ വല്ല മുൻവിധി ഉണ്ടായിരിക്കുമോ? യോശുവയ്ക്ക് അല്ലെങ്കിലും ഞാൻ എന്തെങ്കിലും എടുക്കുമെന്നൊരു ചിന്തയുണ്ടായിരിക്കും. അതുകൊണ്ടാണോ? ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പോകരുത്. അതൊക്കെ മണ്ടത്തരമാണ്. ദൈവം കൽപ്പിച്ചു. ദൈവത്തിൻ്റെ പ്രവാചകൻ ദൈവം കൽപ്പിക്കാത്തത് പറഞ്ഞാൽ പ്രവാചകൻ നഷ്ടം. നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവം കൽപ്പിക്കാത്തത് പ്രവാചകൻ പറഞ്ഞാൽ പ്രവാചകന് ശിക്ഷയായിരിക്കും. അത് ദൈവം പ്രവാചകനോട് തീർക്കേണ്ട കാര്യമാണ്. അതിലെനിക്ക് പങ്കൊന്നുമില്ല. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എനിക്കതിൽ പങ്കില്ല. ദൈവത്തിൻ്റെ ഒരു വചനം പ്രവാചകനിൽ കൂടി കിട്ടി. അത് എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ അളന്നു നോക്കിയാൽ എനിക്ക് പല ന്യായങ്ങൾ കാണും. പക്ഷേ അതെല്ലാം എൻ്റെ മാനുഷിക ന്യായങ്ങളാണ്. ആ ന്യായങ്ങളൊന്നും ദൈവത്തിനിൽ വില പോവുകയില്ല. ദൈവം പറഞ്ഞു, കണ്ണുടച്ചങ്ങ് അനുസരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കറിയാമല്ലോ, ഏദൻ തോട്ടത്തിൽ ഹവ്വായോട് ആ പാമ്പ് വന്ന് സംസാരിക്കുകയാണ്. അന്ന് പാമ്പ് എഴുന്നേൽക്കുന്ന ജീവിയല്ല. അന്ന് ഒരു സാധാരണ ഒരു മനുഷ്യ രൂപത്തിലാണ് വരുന്നത് പാമ്പ്. അന്ന് എഴയുന്ന പാമ്പായിട്ടല്ല വരുന്നത്. അതിന് ശേഷമാണ് പാമ്പ് എഴഞ്ഞു നടക്കും. ദൈവത്തിൻ്റെ ശാപം കിട്ടിയത് പാമ്പിനി എഴഞ്ഞു നടക്കുമെന്ന്. അന്ന് ഒരു അന്യപുരുഷൻ വീട്ടിലേക്ക് കയറി വന്നു. അങ്ങനെ വിചാരിക്കുമോ? വാസ്തവത്തിൽ അന്യപുരുഷൻ കയറി വന്നപ്പോൾ ഭാര്യ വാതിൽ തുറക്കേണ്ട ആവശ്യമില്ല. ഇരുന്നു സൽക്കരിക്കാൻ തുടങ്ങി. അകത്ത് കയറ്റിയിരുത്തി. അവൻ ചോദിച്ചു, ഞാൻ നിങ്ങളുടെ ഈ തോട്ടത്തിൻ്റെ ഭംഗിയെല്ലാം കണ്ട് വരികയാണ്. നല്ല മനോഹരമായ തോട്ടമാണല്ലോ. ഇതാരാ നിങ്ങൾക്ക് ഇതൊക്കെ തന്നത്? അത് ഞങ്ങളുടെ കർത്താവ് തന്നത്, ഞങ്ങളുടെ ദൈവം തന്നത്. അല്ല, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. നിങ്ങൾ ഇത്ര ഭാഗ്യശാലികളാണല്ലോ. ഇത്രയും നല്ല മനോഹരമായൊരു തോട്ടവും അതിൽ ഫലമൂലാദികളും എല്ലാം വർഷങ്ങളും എല്ലാം എന്ത് സുന്ദരമായിരിക്കുന്നു. എന്തോ ഇവിടെ വന്നപ്പോഴൊരു ശാന്തി തോന്നുന്നു, ഒരു വലിയ സമാധാനം തോന്നുന്നു. ഹവ്വായ്ക്ക് അഭിമാനം തോന്നി. കൊള്ളാം, ശാന്തിയോ? ഞങ്ങളുടെ എന്ത് സമാധാനമായിട്ടാണ് ജീവിക്കുന്നത്. പൂർണ്ണ സംതൃപ്തിയല്ലേ. ആട്ടെ, ഈ പറമ്പിൽ ഈ തോട്ടത്തിലുള്ള എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾക്ക് തിന്നാമോ? പിന്നെ ഞങ്ങൾക്കായിട്ട് ദൈവം തന്നത്, ഞങ്ങളുടെ ദൈവം തന്നതല്ലേ ഇത്. ഈ തോട്ടം നോക്കാനും മാത്രമല്ല ഇതിനെ വാഴുവാനും അതിനെല്ലാമായിട്ട് ഞങ്ങൾ ദൈവം ഇവിടെ ആക്കിയതാണ്. ഞാൻ ചോദിച്ചതേ ഉള്ളൂ, നിങ്ങൾക്ക് എല്ലാം തിന്നാമോ? ഹുവ പറഞ്ഞത് ഒരെണ്ണം അതേ കാണുന്നില്ലേ, ആ വൃക്ഷത്തിൻ്റെ ഫലം മാത്രം തിന്നരുത് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. അതെന്താ തിന്നാൽ? അത് ദൈവം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ തിന്നാൽ ദൈവത്തെപ്പോലെയാകും ദൈവത്തിനറിയാം. ഞങ്ങൾ തിന്നാൽ ദൈവത്തെപ്പോലെയാകും ദൈവത്തിനറിയാം. അതെ, ഈ പിശാച് കൊടുത്ത ആലോചനയാണ്. ദൈവത്തെപ്പോലെയാകും ദൈവത്തിനറിയാം, അതുകൊണ്ടാണ് തിന്നണ്ടെന്ന് പറഞ്ഞത്. ഹവ്വ കേട്ട് ഒന്ന് സ്തംഭിച്ചു. പിശാച് പറഞ്ഞ ആലോചന, നിങ്ങൾ തിന്നാൽ നിങ്ങൾ ദൈവത്തെപ്പോലെയാകും ദൈവം അറിയുന്നു, അതുകൊണ്ടാണ് നിങ്ങൾ തിന്നണ്ടായി എന്ന് പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സ്ത്രീ അന്യപുരുഷൻ്റെ വാക്കുകളിൽ മയങ്ങിപ്പോയി. അവൻ്റെ വാക്കുകൾ വിശ്വസിച്ചു പോയി. സൂക്ഷിക്കേണ്ടതാണ്. നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ അന്യനാരെങ്കിലും വന്നാൽ വാതിൽ തുറക്കുകയും ചെയ്യരുത്. വേണമെങ്കിൽ നിങ്ങൾ ജനലിൽ കൂടി നിങ്ങൾക്ക് നോക്കാം ആരാണെന്ന്, സംസാരിക്കാം. അല്ലാതെ ഇന്നത്തെ കാലത്ത്, പണ്ടുപോലെ എങ്ങനെയാണല്ലോ, ഇന്നത്തെ കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഭവനങ്ങളിൽ ആരെങ്കിലും വന്നാൽ എന്ത് ഉദ്ദേശത്തോടെയാണ് വരുന്നത് ആർക്കറിയാം? എന്താണ് ലക്ഷ്യം ആർക്കറിയാം? അതുകൊണ്ട് നിങ്ങൾ വളരെ കരുതലുള്ളവരായിരിക്കണം. ഹവ്വയ്ക്ക് കരുതലുണ്ടായിരുന്നില്ല. ഹവ്വ പറഞ്ഞു, ഞങ്ങൾ തിന്നാൽ ഞങ്ങൾ ദൈവത്തെ പോലെയാകുമെന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ. പാമ്പ് പറഞ്ഞു, അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, പക്ഷേ എനിക്കറിയാം, തിന്നാൽ ദൈവത്തെ പോലെയാകുമെന്ന് ദൈവം അറിയുന്നു, അതുകൊണ്ടാണ് തിന്നണ്ടെന്ന് പറഞ്ഞത്. നിങ്ങൾ ദൈവത്തെ പോലെയാകാൻ ദൈവത്തിന് ഇഷ്ടമില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ കുറച്ച് വേദവാക്യങ്ങളിൽ ഞാൻ കുറച്ച് കൂട്ടി വെച്ചെടുത്ത് പറയുന്നേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അന്ന് ഹവ്വ ആ പ്രലോഭനത്തിൽ മയങ്ങി. ആദാം വീട്ടിലില്ല. ആദാം എന്തിനോ തോട്ടത്തിൽ പോയിരിക്കുകയാണ്. ആദാം അവിടെ ഇല്ലാത്ത സമയത്താണ് തന്ത്രപൂർവ്വം പിശാച് കയറി വരുന്നത്. വളരെ തന്ത്രപൂർവ്വം. പുരുഷനില്ലാത്ത സമയത്ത് അവൻ കയറി വന്ന് അവൻ ഇത്രയും പറഞ്ഞിട്ട് അവൻ വേഗം ആ വൃക്ഷത്തിലേക്ക് കയറി. അവനൊരു പഴം പറിച്ചു. അത് കൊണ്ടുവന്ന് ഹവ്വയ്ക്ക് കൊടുത്തു. ആ
പഴത്തിൻ്റെ ഭംഗിയും അതിൻ്റെ മാർദ്ദവും അതിൻ്റെ മൃദുലതയും അതിൻ്റെ കാണാനുള്ളതായ ചന്തവും എല്ലാം കണ്ട് ഹൗവ അതങ്ങ് ആകർഷിക്കപ്പെട്ടു. അപകടം ഹൗവ മനസ്സിലാക്കിയില്ല. ദൈവത്തെപ്പോലെയാകും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞ ആ വാക്കിലാണ് ഹൗവ വീണത്. ഹൗവ വീണുപോയി. പ്രിയപ്പെട്ടവരെ, അനുസരിച്ച് മതിയായിരുന്നു. ഹൗവയ്ക്ക് അറിയാൻ തരം. ഹൗവ പറഞ്ഞു, തിന്നാൽ ഞങ്ങൾ മരിക്കുമെന്നാണ് ഞങ്ങൾ ദൈവം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. തിന്നാൽ മരിക്കും. ദൈവം പറഞ്ഞിട്ടുണ്ട്. വചനം ആൾക്കറിയാം. ദൈവം പറഞ്ഞിട്ടുണ്ട്. തിന്നരുത്, തൊടുകയും വരുത് ദൈവം പറഞ്ഞിട്ടുണ്ട്. വലിയ അധിപരിശുഷ്കാന്തിയായി. തൊടുകയും വരുത് എന്ന്. തുടരുതെന്ന് പറഞ്ഞിട്ടില്ല. ദൈവം കൽപ്പിക്കാത്തതുകൾ കയറ്റി പറയുകയാണ്. അമിത തീഷ്ണത. തിന്നരുത്, തൊടുകയും വരുത് ദൈവം കൽപ്പിച്ചിട്ടുണ്ടെന്നാണ് അവൾ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സംഭവിച്ചതെന്താണ്? ഹൗവ പാപം ചെയ്തു, ആദാം പാപം ചെയ്തു, പാമ്പ് ശപിക്കപ്പെട്ടു. അവൻ പിന്നെ എഴഞ്ഞു നടക്കാൻ തുടങ്ങി. എഴഞ്ഞേ നടക്കൂ. ആ സാത്താൻ അന്ന് കയറി വന്ന പാമ്പ് അന്ന് അവൻ എഴഞ്ഞു നടക്കാൻ തുടങ്ങി. തന്നെയുമല്ല, ദൈവത്തിന് സ്തോത്രം, സംഭവിച്ചത് മനുഷ്യജാതിക്ക് മുഴുവനും പാപം വന്നു. അനുസരണക്കേട്. ആഖാൻ പറ്റി അത് തന്നെയാണ്, അനുസരണക്കേട്. പറയുന്നത് ഒന്നും ചിന്തിക്കാതെ ഇങ്ങ് അനുസരിക്കുക. ഒന്നും ചിന്തിക്കാതെ. വീണ്ടും പറയുന്നു, നമ്മുടെ കൂട്ടായ്മയിൽ ഇന്നുള്ള ഒരു വലിയ സന്തോഷ വസ്തുത അനുസരിക്കുന്ന ഒരു കൂട്ട ദൈവമക്കളുണ്ടെന്നുള്ളതാണ്. എല്ലാവരും ആണല്ല. എല്ലാവരും ചിലർക്ക് ഓരോ ബുദ്ധിമുട്ട് ചിന്തിക്കുകയും അപകടത്തിലാകുകയും ചെയ്യുന്നവരുണ്ട്. വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നവരുണ്ട്. എന്ത് ചെയ്യാം? പക്ഷേ എല്ലാം ഒന്നും ചിന്തിക്കാതെ കണ്ണുടച്ചങ്ങ് അനുസരിക്കാമോ? നാം ജയിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തെ വിശ്വസിക്കുക. യോശുവയിൽ കൂടി കിട്ടിയ വചനത്തെ വിശ്വസിച്ചാൽ മാത്രം മതിയായിരുന്നു. ആ ഡിസൊബീഡിയൻസ്, ആ അനുസരണക്കേട് കൊണ്ട് എന്തെല്ലാം സംഭവിച്ചു? ഡിഫീറ്റ്, തോൽവി സംഭവിച്ചു. ഡിസൊബീഡിയൻസ് കൊണ്ട് വന്നത് ഒന്ന് ഡിഫീറ്റ്, തോൽവി സംഭവിച്ചു. ഹൈക്കോടതി പഠിക്കാൻ പോയവർ അവർ തോറ്റുപോയി. ഡിസൊബീഡിയൻസ് കൊണ്ട് വന്നത് ഒന്ന് ഡിഫീറ്റ്, തോൽവി. രണ്ട് ഡിസ്കറേജ്മെൻറ്റ്. ദൈവജനങ്ങളെല്ലാം നിരുത്സാഹരായിത്തീർന്നു, ഉത്സാഹമില്ലാത്തവരായിത്തീർന്നു. അവരെല്ലാം മനസ്സ് ക്ഷീണിച്ചു പോയി. വലിയ വിജയം എറിഹോയിൽ കിട്ടി. പക്ഷേ എറിഹോയിൽ കിട്ടിയ ആ വിജയം കഴിഞ്ഞ് വിജയം കിട്ടുമെന്നല്ല ഉറപ്പായാണ് ഹൈക്കോടതി പഠിക്കാൻ പോയത്. പക്ഷേ അവിടെ തോറ്റപ്പോൾ ഡിസ്കറേജ്ഡായി. ഡിസ്കറേജ്മെൻറ്റ്, ഡിസൊബീഡിയൻസ്. അതിന് കാരണം ഒന്ന് ഡിഫീറ്റ്, രണ്ട് ഡിസ്കറേജ്മെൻറ്റ്. മൂന്നാമത്തേത് ദൈവത്തിന് സ്തോത്രം, ഡിസ്ട്രക്ഷൻ, നാശം വന്നു ചോദിച്ചു. ഡിസ്ട്രക്ഷൻ, എല്ലാം ഡി കൊണ്ട് ആരംഭിക്കുന്നു. ഡിസ്ട്രക്ഷൻ. നാലാമത്തെ കാര്യം ഡിസ്കവറി. ആരാണ് ഇതിന് കാരണക്കാരെന്ന് കണ്ടുപിടിച്ചു. ഡിഫീറ്റ്, ഡിസ്കറേജ്മെൻറ്റ്, ഡിസ്ട്രക്ഷൻ ആൻഡ് ഡിസ്കവറി കണ്ടുപിടിച്ചു. ഓരോന്നായിട്ട് തിരിഞ്ഞ് വരികയാണ്. എല്ലാത്തിൻ്റെ ആരംഭം ഡിസൊബീഡിയൻസാണ്, അനുസരണക്കേടാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. സംഭവിച്ചതെന്താണ്? അഞ്ചാമത്തെ കാര്യം ദ വാലി ഓഫ് ആഖോർ താഴ്വര. കാര്യങ്ങളെല്ലാം അവതാളത്തിലായി. ആഖോർ താഴ്വരയിൽ ആഖാൻ പിടഞ്ഞ് മരിക്കുന്നത് കണ്ടു. പിടഞ്ഞ് മരിച്ചു. ദൈവത്തിന് സ്തോത്രം. വളരെ ഗൗരവമേറിയൊരു കാര്യം ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. വളരെ ഗൗരവമേറിയ കാര്യം. ദൈവത്തിന് സ്തോത്രം. വചനത്തെ നിങ്ങൾ കണ്ണുടച്ചങ്ങനുസരിക്കുക. അതെന്ത് എന്ന് നിങ്ങൾ ചോദിക്കേണ്ട. മനസ്സിലാകുന്നില്ല. ചില കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല. എന്ത് ചെയ്യാം? നമുക്ക് മനസ്സിലാകും. നമ്മൾ ബുദ്ധി അതിന് തക്കവണ്ണമായിട്ടില്ല. അല്ല, നമ്മൾ മനസ്സിലാക്കാൻ കുറച്ച് ആഗ്രഹിച്ചിട്ടില്ലായിരിക്കും. മനസ്സിലായില്ലെങ്കിലും അനുസരിക്കാൻ തയ്യാറാകുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേൾക്കൂ. ജീവനുള്ള ദൈവത്തിൻ്റെ വചനത്തെ പൂർണ്ണമായി അങ്ങ് അനുസരിക്കുക. അല്ലെങ്കിൽ ഡിഫീറ്റ് വരും. സംശയിക്കേണ്ട. ഡിഫീറ്റ്, അത് പരാജയം. എവിടെയെല്ലാമാണോ പരാജയം എന്ന് പറഞ്ഞുകൂടാ. ദൈവത്തിൻ്റെ വചനത്തെ കണ്ണുടച്ചങ്ങ് അനുസരിക്കുക. എനിക്ക് ഈ വേദപുസ്തകത്തിൽ അറിയാൻ വയ്യാത്ത എന്തോരം കാര്യങ്ങളുണ്ട്. ഞാൻ ഈ വേദപുസ്തകത്തിൽ നിന്ന് പലതും പ്രസംഗിക്കുന്നത് ശരി. പക്ഷേ ഇന്ന് എനിക്ക് മനസ്സിലാകാത്ത എത്രയോ കാര്യങ്ങളുള്ളത്. ചില വാക്യങ്ങളുടെ പൊരുൾ എനിക്ക് തിരിയുന്നില്ല. ഞാൻ ഇംഗ്ലീഷ് വായിച്ച് നോക്കി, ഇംഗ്ലീഷ് വേദപുസ്തകം വായിച്ച് നോക്കി, ഇംഗ്ലീഷ് വേദപുസ്തകം ലിവിങ് ബൈബിൾ വായിച്ച് നോക്കി, ന്യൂ ഇൻ്റർനാഷണൽ വേർഷൻ വായിച്ച് നോക്കി. പക്ഷെ എനിക്ക് മനസ്സിലാകുന്നില്ല, പിടികിട്ടുന്നില്ല. ഞാൻ എന്ത് ചെയ്യും? ഞാൻ വിചാരിക്കും, കർത്താവേ, ഇപ്പോൾ ഞാൻ അറിയേണ്ട ആവശ്യമില്ലായിരിക്കും, അതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതായിരിക്കും, ഞാൻ വിട്ടു. അതുകൊണ്ട് ഞാൻ വ്യക്തമായിട്ട് പറയുന്നു,
മനസ്സിലായില്ലെങ്കിലും വചനമാണ്, വചനം അനുസരിച്ച് കൊള്ളുക. ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം, അത് വചനമാണ്. ഭർത്താവ് ഭാര്യയെ കരുതണം, അത് വചനമാണ്. ഭർത്താവ് ഭാര്യയെ ബഹുമാനിക്കണം, അത് വചനമാണ്. അനുസരിച്ചേ പറ്റൂ. ചിലർ ഭാര്യയെ ബഹുമാനിക്കുന്നില്ല, അവളെ ഉപദ്രവിക്കുകയും അവളെ ശപിക്കുകയും ചെയ്യുന്നു. ഭാര്യ ഭർത്താവിനെ അനുസരിക്കണം, ഭാര്യ ഭർത്താവിന് കീഴ്പ്പെടണം, ഭാര്യ ഭർത്താവിനെ ഭയപ്പെടണം, വചനമാണ്. ഇതെല്ലാം വചനമാണ്, ലളിതമായ വചനമാണ്. അനുസരിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ അതിൻ്റെ കേടുവരും. നിങ്ങൾക്ക് മാത്രം, അതാണ് വിഷമം. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും കേടുവരും. ദൂരവ്യാപകമായ ദുഷ്ഫലങ്ങളാണ് ഉണ്ടാകുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ എന്തെല്ലാം പറഞ്ഞിരിക്കുന്നു എല്ലാം അനുസരിച്ച് കൊള്ളുക. പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയില്ലാത്ത ഒന്നും അരുതെന്ന് പറഞ്ഞിരിക്കുന്നു. വെറും പൊട്ടച്ചൊല്ലുകൾ പറയുക, വെറുതെ പരിഹാസദ്യോതകമായി സംസാരിക്കുക, ഒന്നും പാടില്ലെന്ന് പറയുന്നു. ചീത്തത്തരം, പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയില്ലാത്ത ഒന്നും അരുത്. സ്തോത്രം അത്രേ വേണ്ടത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് എപ്പോഴും നമുക്ക് കിട്ടുന്ന വചനത്തിൻ്റെ ഓരോ വാക്കും നിങ്ങൾ ശ്രദ്ധയോടെ കേട്ട് വചനപ്രകാരം നിങ്ങൾ ജീവിക്കുക. വേറൊന്നും വേണ്ട. ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ വേദപുസ്തകം വായിച്ചാൽ മാത്രം മതി. കൊലോസ് ലേഖനം 3-ാം അധ്യായവും എഫേസ് ലേഖനം 5-6 അധ്യായങ്ങളും 4-5-6 അധ്യായങ്ങളും റോമർ ലേഖനം 12-ാം അധ്യായവും ഇതെല്ലാം വായിക്കുമ്പോൾ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാകാത്ത ഭാഗങ്ങളുണ്ട്. എബ്രായ ലേഖനത്തിൽ പല കാര്യങ്ങളും എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല എന്നുള്ളതുകൊണ്ട് എനിക്ക് അനുസരണക്കേട്ടില്ല. പറഞ്ഞിരിക്കുന്ന സത്യം എനിക്ക് മനസ്സിലായിട്ടില്ല. ഹെസ്കേൽ പ്രവചനത്തിലെ ചില ഭാഗങ്ങൾ എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. മനസ്സിലാകാത്ത കാര്യങ്ങളുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കാൻ അത്ര അങ്ങ് പരിശ്രമിക്കുന്നുമില്ല. കാരണം വേണ്ട, എനിക്ക് ഇത്രത്തോളം മതി. അങ്ങനെ ഞാനൊരു എളിമയോടുകൂടി ആ കാര്യങ്ങൾ സ്വീകരിക്കുകയാണ്. ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഓരോരുത്തരും വചനം അനുസരിക്കണം. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വേലയെക്കുറിച്ചുള്ള ഒരു എരിവ് വരണം. അനേകം ആത്മാക്കൾ എരിവരിക്കൊള്ളുന്നു, അവരെക്കുറിച്ചുള്ളൊരു കരുതൽ വേണം. അനേകർ നശിച്ചുകൊണ്ടിരിക്കുന്നു, അനേകം കുടുംബങ്ങൾ മുടിഞ്ഞുകൊണ്ടിരിക്കുന്നു, അനേകം കുടുംബങ്ങൾ എരിവരിക്കൊള്ളുന്നു, അനേക ജീവിതങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു. സമാധാനമില്ല, ആർക്കും സമാധാനമില്ല. സമാധാനം കൊടുക്കാൻ എന്താ മാർഗം? അതെന്താണ് പോവഴി? അതാണ് അന്വേഷിക്കേണ്ടത്. കുടുംബങ്ങളിലേക്ക് സമാധാനം വരാൻ എന്താ വേണ്ടത്? എനിക്കെന്ത് ചെയ്യാൻ പറ്റും? നാം അതാണ് ചിന്തിക്കേണ്ടത്. കുടുംബങ്ങളിലേക്ക് സമാധാനം നൽകുവാൻ എന്നെക്കൊണ്ട് എന്താകും? ഞാൻ എന്തെങ്കിലുമാണ് ചെയ്യേണ്ടത്? ആ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് വരണം. ആത്മാക്കൾക്ക് വേണ്ടിയുള്ളതായ ദാഹം നമുക്ക് വരണം. ആത്മാക്കൾക്ക് വേണ്ടിയുള്ളതായ ഒരു ആർത്തി നമുക്ക് വരണം. അയ്യോ, നഷ്ടപ്പെട്ടു പോകുന്നല്ലോ അനേകർ. സത്യം അറിയാതെ അനേകർ തിന്മയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കരുണയുള്ള കർത്താവിൻ്റെ കൃപയാൽ നമുക്ക് ഇന്ന് വചനം ധാരാളമായി ലഭിക്കുന്നുണ്ട്. ഈ ആഖാനെ പറ്റിയ അപകടം നമുക്കാർക്കും വരരുത്. അവൻ ലേറ്റായി പോയി പറയാമായിരുന്നു. വൈകിപ്പോയി പറയാൻ. വൈകിപ്പോയി. പറഞ്ഞു, പക്ഷേ ലേറ്റായിപ്പോയി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. യൂദസ്കരിയോത്ത് അവൻ കർത്താവിനെ ക്രൂശിക്കാൻ ഒറ്റ കൊടുത്തതിന് ശേഷം കർത്താവിനെ ക്രൂശിക്കാൻ പോവുകയാണെന്ന് കണ്ടപ്പോഴേക്കും അവൻ അനുദവിച്ചു. അവന് കിട്ടിയ വെള്ളിക്കാശ്, 30 വെള്ളിക്കാശ് കൊണ്ട് ദേവാലയത്തിലേക്ക് ചെന്നു. മഹാപുരോഹിതന്മാരുടെയും പള്ളിപ്രമാണികളുടെയും അടുക്കൽ അത് കൊടുത്തത്, നിങ്ങൾ തന്നത് എടുത്തുകൊള്ള. ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെയാണ് ഒറ്റ കൊടുത്തത്. ഞാൻ പാപം ചെയ്തു. ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ ഒറ്റ കൊടുത്തതിനാൽ ഞാൻ പാപം ചെയ്തു. അവന് പാപം ചെയ്തെന്ന് മനസ്സിലായി. ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ ഒറ്റ കൊടുത്തതിനാൽ പാപം ചെയ്തു. കൃത്യം പാപം ഏറ്റു പറഞ്ഞു. ശരിയായ കുമ്പസാരമാണ്. അന്നത്തെ മഹാപുരോഹിതന്മാരുടെ അടുക്കൽ തന്നെയാണ് പാപം ഏറ്റു പറഞ്ഞത്. ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ ഒറ്റ കൊടുത്തതിനാൽ ഞാൻ പാപം ചെയ്തു. അവൻ പറഞ്ഞു, പക്ഷേ സമയം കഴിഞ്ഞു പോയിരുന്നു. എനിക്ക് നിങ്ങൾ തന്ന പൈസ തിരിച്ചു തരുന്നു. എനിക്ക് നിങ്ങൾ തന്ന 30 വെള്ളിക്കാശ് തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. എനിക്ക് വേണ്ട. എനിക്ക് ഈ അനീതിയുടെ കൂലി എനിക്ക് വേണ്ട. അവൻ പറഞ്ഞു, പക്ഷേ എന്ത് സംഭവിച്ചു? സമയമായി പോയി. അവർ പറഞ്ഞു, അത് നിൻ്റെ കാര്യം, നീ നോക്കിക്കൊള്ളുക. നീ കുറ്റമില്ലാത്തരത്ത് ഒരു കൊടുത്തോ അല്ല പാപം ചെയ്തു എന്നൊക്കെ പറയുന്നതൊക്കെ നിൻ്റെ കാര്യം, നീ നോക്കിക്കൊള്ളും. സ്തോത്രം. പാവം കാര്യം ഗൗരവമായി പോയില്ലേ? യൂദസ്കരിയോത്ത് 3.5 കൊല്ലം കർത്താവിൻ്റെ കൂടെ നടന്ന എല്ലാ അനുഗ്രഹങ്ങളും കണ്ട്, അനേകർ രോഗസൗഖ്യം പ്രാപിക്കുന്നത് കണ്ട്, കുഷ്ഠരോഗികൾ സൗഖ്യമാകുന്നത് കണ്ട്, കണ്ണുകൂടർക്ക് കാഴ്ച കിട്ടുന്നത് കണ്ട്, മരിച്ചവർ ഉയർക്കുന്നത് കണ്ട്, അത്ഭുതങ്ങൾ കണ്ട് കൂടെ നടന്ന ആ ശിഷ്യന്മാരിൽ പാദസഞ്ചി സൂക്ഷിച്ചുകൊണ്ടിരുന്ന, ആ ചുമതലയുണ്ടായിരുന്ന, ആ കൂട്ടായ്മയിൽ പ്രധാനപ്പെട്ട ചുമതല വഹിച്ചിരുന്ന ഇസ്കരിയോത്ത് യൂദ, അവൻ എന്നേക്കുമായി നാശയോഗ്യനായിപ്പോയി എന്നാണ് പറയും. നാശയോഗ്യൻ. യോഹന്നാന് ശേഷം 17-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് പറയും നാശയോഗ്യൻ.
ആ നാശയോഗ്യം ഇല്ലാതെ ആരും നശിച്ചു പോയിട്ടില്ലെന്നാണ് കർത്താവ് പറയുന്നത്. നാശയോഗ്യം നശിച്ചു പോയി എന്നാണ് പറയുന്നത്. ഈ എവിടെങ്കിലും നമുക്ക് വരരുത്. സമയം കഴിഞ്ഞെന്ന് അനുഭവിച്ചിട്ട് കാര്യമില്ല. ഇന്ന് എന്നൊരു സമയം നമുക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇന്നൊരു ദിവസം. നാളെ എന്താ എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്കത് ഇന്നൊരു ദിവസം കിട്ടിയിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ തന്നെ സമർപ്പിക്കൂ. ഇന്ന് നിങ്ങൾ ദൈവത്തോട് പറയൂ, കർത്താവേ കഴിഞ്ഞതെല്ലാം എന്നോട് ക്ഷമിക്കണം, അനുസരണക്കേടുകൾ എന്നോട് പൊറുക്കണം, കർത്താവേ തെറ്റുകൾ പറ്റി അതിനോട് ക്ഷമിക്കണം, കർത്താവേ അർത്ഥസത്യങ്ങൾ ഞാൻ പറഞ്ഞു പോയി എന്നോട് ക്ഷമിക്കണം, വ്യാജം ഞാൻ സംസാരിച്ചു പോയി എന്നോട് ക്ഷമിക്കണം, കർത്താവേ ഡിസൊബീഡിയൻസ് അനുസരണക്കേട് എനിക്ക് വന്നു പോയി എന്നോട് ക്ഷമിക്കണം, കർത്താവേ നിന്നെ ഞാൻ അനുസരിക്കാത്തതുകൊണ്ട് എൻ്റെ വചനം അനുസരിക്കാത്തതുകൊണ്ട് എനിക്ക് ഡിഫീറ്റ് വന്നു പോയി, എനിക്ക് പരാജയം വന്നു പോയി എന്നോട് ക്ഷമിക്കണം, ഡിസ്ട്രക്ഷൻ വന്നുപോയി, നാശം വന്നുപോയി എന്നോട് ക്ഷമിക്കണം, എൻ്റെ കരുണയുള്ള കർത്താവേ ഡിസ്കറേജ്മെൻറ്റ് വന്നുപോയി എൻ്റെ കർത്താവേ അനേകരെ നിരുത്സാഹപ്പെടാൻ കാരണമായി പോയി എൻ്റെ പാപം കൊണ്ട് ഞാൻ ഒരാൾ മൂലം അനേകരെ നിരുത്സാഹരായിപ്പോയി, കർത്താവേ എന്നോട് ക്ഷമിക്കണം. ദൈവത്തിന് സ്തോത്രം. കർത്താവേ ഇനി ആയുസ്സിൽ ഡിസൊബീഡിയൻസ് വരികയില്ല, അനുസരണക്കേട് വരികയില്ല. ദൈവത്തിൻ്റെ വചനം കണ്ണടച്ച് ഞാൻ അനുസരിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം ഒന്നും ചിന്തിക്കാതെ ഞാൻ അനുസരിക്കും. കർത്താവേ എന്തെല്ലാം എനിക്ക് നഷ്ടം വന്നാലും ശരി, എന്തെല്ലാം എനിക്ക് പാകപ്പിഴ വന്നാലും ശരി, എന്തെല്ലാം പ്രയാസങ്ങൾ വന്നാലും ശരി, ഞാൻ അനുസരിച്ചിരിക്കും. ദൈവമക്കളെ നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുമോ? അനുസരിക്കും എന്നുള്ള തീരുമാനം, വചനം അനുസരിക്കും എന്നുള്ളതായി തീരുമാനം. ആഖാന് അതൊക്കെ പറ്റിയില്ല, നഷ്ടപ്പെട്ടു പോയി. ആഖാൻ കല്ലേറ് കൊണ്ട് വീണു, മരിച്ചു. നമുക്കാർക്കും ഡിസ്ട്രക്ഷൻ വരരുത്, നാശം വരരുത്, നമുക്കാർക്കും ദോഷം വരരുത്. ഇന്ന് എന്നൊരു സമയം നമുക്ക് കിട്ടിയിരിക്കുന്നു. നിങ്ങൾ വീഴുക കർത്താവിൻ്റെ പാദത്തിൽ, പാപങ്ങൾ ക്ഷമിക്കുന്ന ക്രിസ്തുവിൻ്റെ പാദത്തിലേക്ക് വരിക. ക്രിസ്തുവിൻ്റെ രക്തം നിങ്ങളെ കഴുകട്ടെ. പ്രിയപ്പെട്ടവരെ, ആ തിരുരക്തം നിങ്ങളെ കഴുകട്ടെ, പാപങ്ങൾ ക്ഷമിക്കട്ടെ, എല്ലാ അകൃത്യങ്ങളും പൊറുക്കട്ടെ, നിങ്ങൾക്ക് പുതിയ ജീവിതം തരട്ടെ, അനുഗ്രഹം നിങ്ങളുടെ മേൽ പകരട്ടെ, സ്വർഗീയ അനുഗ്രഹത്തിൻ്റെ വക്താക്കളാക്കി ദൈവം നിങ്ങളെ മാറ്റട്ടെ, എല്ലാ നന്മകളാൽ കർത്താവ് നിങ്ങൾ നിറയ്ക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ദൈവം നിങ്ങൾ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഇത് പറഞ്ഞു തരുന്നത്. ദൈവം നിങ്ങൾ സ്നേഹിക്കുന്നതുകൊണ്ട് ഇതെല്ലാം നിങ്ങൾ പറഞ്ഞു തരുന്നു. എല്ലാം നിങ്ങൾ ദൈവം കരുതുന്നു. നിങ്ങൾ നാശത്തിലേക്ക് പോകരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് നിത്യജീവൻ നഷ്ടപ്പെടരുത് എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നിത്യസ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശനം തരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും സ്നേഹിക്കുന്നു. അതുകൊണ്ട് ഇന്ന് അനുസരിക്കാൻ തുടങ്ങുക. ദൈവത്തിന് സ്തോത്രം. വചനം കൈക്കൊള്ളാൻ തുടങ്ങുക, വചനം സ്വീകരിക്കാൻ തുടങ്ങുക, വചനത്തെ മാനിക്കാൻ തുടങ്ങുക, വചനത്തെ ആദരിക്കാൻ തുടങ്ങുക, വചനത്തെ ഭയപ്പെടാൻ തുടങ്ങുക. ദൈവത്തിന് സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അതിമനോഹരമായ ഈ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇതിൻ്റെ വചനം കേട്ട ഈ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, എല്ലാവരുടെ മേലും കർത്താവേ സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും അനുസരണത്തിൻ്റെയും ആത്മാവിനെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള കർത്താവേ, നാശത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് അനുഭവിക്കാൻ അവസരം തരുന്നതായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള കർത്താവേ, ഇതിൻ്റെ മക്കൾക്ക് സമാധാനം നൽകി പറഞ്ഞയക്കണമേ, കുടുംബശാന്തി നൽകി പറഞ്ഞയക്കണമേ, അനർത്ഥം വരാതെ മക്കളെ അവിടെ കാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്തവരിന് വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. യേശുനാഥൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം.